ഡെഡ് സീയിൽ എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരം എളുപ്പത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? ഒരു ജലാശയമുണ്ട്. അവിടെ ആളുകൾ വെള്ളത്തിൽ കിടന്ന് പുസ്തകങ്ങൾ വായിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് ആദ്യമായി കാണുന്ന ആരും ഈ ഒരു ചോദ്യം ചോദിക്കും: ഇവിടെ ശരിക്കും ആർക്കും മുങ്ങിപ്പോകാൻ പറ്റില്ലേ? പക്ഷെ അതാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. സത്യം എന്തെന്നാൽ ഡെഡ് സീയിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് അവിടെ ഇറങ്ങുമ്പോൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. അപ്പോ പിന്നെ എന്തുകൊണ്ടാണ് അവിടെയുള്ള വെള്ളത്തിൽ മനുഷ്യ ശരീരം ഇത്ര എളുപ്പത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? ആ രഹസ്യം മനസ്സിലാക്കാൻ ആദ്യം ഡെഡ് സീയെ പരിചയപ്പെടണം. ആദ്യം ഒരു കാര്യം, ഡെഡ് സീ യഥാർത്ഥത്തിൽ ഒരു കടലല്ല, കരകളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ ഉപ്പ് തടാകമാണ് അത്. ഇസ്രയേലിനും ജോർദാനും ഇടയിലാണ് ഈ ജലാശയം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, ഭൂമിയിലെ കരഭാഗങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന സ്ഥലങ്ങളിൽ ഒന്നും കൂടിയാണ് ഇത്. ഇനി അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലേക്ക് വരാം. സാധാരണ കടൽ വെള്ളത്തിൽ ഏകദേശം 3.5% ഉപ്പാണ് ഉള്ളത്. പക്ഷേ ഡെഡ് സീയിലെ വെള്ളത്തിൽ ഏകദേശം 34% ലവണാംശമുണ്ട്. അത് സാധാരണ കടൽ വെള്ളത്തേക്കാൾ ഏകദേശം 10 മടങ്ങ് കൂടുതലാണ്. പക്ഷേ ഇത്രയും ഉപ്പ് അവിടെ എങ്ങനെ എത്തി? ജോർദാൻ നദി ഉൾപ്പെടെ ചില നദികൾ ഡെഡ് സീയിലേക്ക് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. ആ വെള്ളത്തിൽ ചെറിയ അളവിൽ ധാതുക്കളും ലവണങ്ങളും ഒക്കെ കലർന്നിരിക്കും. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്: ഡെഡ് സീയിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഒരു നദിയുമില്ല. അവിടെയുള്ള വെള്ളം പുറത്തു പോകുന്നത് സൂര്യന്റെ ചൂടിൽ ബാഷ്പമായി മാറിയാണ്. പക്ഷെ വെള്ളം മാത്രം ബാഷ്പമാകും, ഉപ്പ് അവിടെ തന്നെ ശേഷിക്കും. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇതേ പ്രക്രിയ തുടർന്നതുകൊണ്ടാണ് അവിടുത്തെ ലവണാംശം ഇത്രയും ഉയർന്നത്. ഇനി പ്രധാന ചോദ്യം: എന്തുകൊണ്ടാണ് മനുഷ്യ ശരീരം അവിടെ എളുപ്പത്തിൽ പൊങ്ങുന്നത്? ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന തത്വമാണ്: സാന്ദ്രത. വെള്ളത്തിൽ ഉപ്പ് കൂടുമ്പോൾ അതിന്റെ സാന്ദ്രതയും കൂടും. സാന്ദ്രത കൂടിയ വെള്ളം ശരീരത്തെ കൂടുതൽ ശക്തിയായി മുകളിലേക്ക് തള്ളുന്നു. അതുകൊണ്ടാണ് ഡെഡ് സീയിൽ ഇറങ്ങുമ്പോൾ നീന്തുന്നതിനേക്കാൾ പൊങ്ങിക്കിടക്കുക വളരെ എളുപ്പമാകുന്നത്. പക്ഷേ ഇതിനൊരു മറുവശവുമുണ്ട്. ഈ വെള്ളം കണ്ണിൽ വീണാൽ ശക്തമായ അസ്വസ്ഥതയുണ്ടാകും. വായിലോ മൂക്കിലോ ചെന്നാലും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവിടെ മുഖം വെള്ളത്തിലേക്ക് താഴ്ത്തരുതെന്നും വയറു കുത്തി നീന്താൻ ശ്രമിക്കരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി മറ്റൊരു കൗതുകകരമായ കാര്യം: ഡെഡ് സീ എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ്? അവിടെ ജീവനൊന്നുമില്ല എന്നാണോ? അല്ല. ചില സൂക്ഷ്മ ജീവികൾക്ക് അവിടെ ജീവിക്കാൻ കഴിയും. പക്ഷേ സാധാരണ മത്സ്യങ്ങൾക്കും ജലസസ്യങ്ങൾക്കും ഇത്ര ഉയർന്ന ലവണാംശത്തിൽ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പുരാതന കാലം മുതൽ ഈ ജലാശയത്തിന് ഡെഡ് സീ എന്ന പേര് ലഭിച്ചത്. പക്ഷേ ഇന്ന് ശാസ്ത്രജ്ഞരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ്: ഡെഡ് സീ വർഷങ്ങളോളം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജോർദാൻ നദിയിലെ വലിയൊരു ഭാഗം വെള്ളം കൃഷിക്കും കുടിവെള്ളത്തിനുമായി തിരിച്ചുവിടപ്പെടുന്നു. അതോടുകൂടി ഡെഡ് സീയിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു. പക്ഷേ ബാഷ്പീകരണം പഴയതുപോലെ തന്നെ തുടരുന്നുണ്ട്. അതിന്റെ ഫലമായി ജലനിരപ്പ് താഴുകയാണ് ചെയ്യുന്നത്. ചില പ്രദേശങ്ങളിൽ വലിയ സിങ്ക് ഹോളുകളും രൂപപ്പെടുന്നു. അതായത് ഇന്ന് ഡെഡ് സീയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ചോദ്യം എന്തുകൊണ്ടാണ് ഇവിടെ മനുഷ്യർ പൊങ്ങിക്കിടക്കുന്നത് എന്നല്ല, ഭൂമിയിലെ ഈ അതുല്യമായ പ്രകൃതി വിസ്മയത്തെ ഭാവി തലമുറകൾക്കായി നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമോ എന്നതാണ്. ഒരുപക്ഷെ ഡെഡ് സീ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠവും അതുതന്നെയാണ്. പ്രകൃതി സൃഷ്ടിച്ച അത്ഭുതങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. പക്ഷേ അവ നഷ്ടപ്പെടാൻ ചിലപ്പോൾ മനുഷ്യന്റെ ഏതാനും പതിറ്റാണ്ടുകളുടെ ഇടപെടലുകൾ മാത്രം മതി. അപ്പോൾ ഇത്തരം വിവരങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്